മതിയായി എനിക്ക് ഈ ജീവിതം. എന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് സന്തോഷത്തോടെ മരിക്കാൻ എനിക്കൊന്ന് സഹായിക്കാമോ? സ്വസ്ഥമായിട്ട് മരിക്കാനുള്ള സഹായം സർക്കാർ ചെയ്തു തരുമോ? ദയവായി എന്നെ ഒന്ന് കൊന്നുതാ. എനിക്കതാണ് ഇഷ്ടം. ജീവിതത്തിലെ എല്ലാ സന്തോഷവും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് മരണമാണ് നല്ലത് എന്ന് ഞാൻ സ്വയം തീരുമാനിക്കുന്നു. എന്നെ ഒന്ന് കൊന്നുതാ എന്ന് ചോദിക്കുന്ന നിരവധി പേർ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുമുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ അനാലിസിസ്. ആത്മഹത്യയല്ല, ഇനി ജീവിതം സാധ്യമല്ല എന്ന് മെഡിക്കൽ സയൻസ് പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടുള്ള വ്യക്തികളുടേത് അടക്കമുള്ള നരക ജീവിതം സ്വയം അവസാനിപ്പിക്കാനുള്ള ആ ദയാവധം സാധ്യമാകുന്ന സ്വപ്നതുല്യമായ ഒരു ഇന്ത്യ എന്നാണ് ഇവിടെ സാധ്യമാവുക. പ്രിയ പ്രേക്ഷകരെ, എഡിറ്റേഴ്സ് അനാലിസിസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ച അല്ലെങ്കിൽ സംഭാഷണം ഒരു വ്യക്തിയുടെ മരിക്കാനുള്ള അവകാശത്തെക്കുറിച്ചാണ്. മരിക്കാനുള്ള അവകാശം പല ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ നമ്മുടെ ഇന്ത്യ രാജ്യം ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ്. ഒരാൾക്ക് സ്വന്തം ജീവിതത്തിൽ എടുക്കാവുന്ന എന്നാൽ നമ്മളെയെല്ലാം അസ്വസ്ഥരാക്കുന്ന ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം, വേദനയില്ലാത്ത അന്തസ്സുള്ള ഒരു വിടവാങ്ങൽ, ദയാവധം. ഈ ദയാവധത്തിലേക്ക് നമ്മുടെ രാജ്യം ഇപ്പോൾ വീണ്ടും ശ്രദ്ധാപൂർവം കാതുകൾ അർപ്പിക്കാൻ ഇടയാക്കിയിരിക്കുന്നത് ഈയിടെ നടന്ന ഒരു ദയാവധമാണ്. ഇന്ത്യയിലെ മുൻ കനേഡിയൻ സ്ഥാനപതിയും ഐക്യരാഷ്ട്രസഭയിലെ ഉന്നത ഉദ്യോഗസ്ഥനുമായിരുന്ന ഡേവിഡ് മലോൺ. അദ്ദേഹത്തിന് 71 വയസ്സായിരുന്നു. ആ ഡേവിഡ് മലോൺ അന്തരിച്ച വാർത്ത നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാകും. പ്രോസ്റ്റേറ്റ് അർബുദമുണ്ടായിരുന്നു. അതിന് പുറമെ അദ്ദേഹത്തിന് അൾഷിമേഴ്സ് എന്ന ഓർമ്മകളെ കവർന്നെടുക്കുന്ന രോഗവും പിടികൂടിയിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പൂർണ്ണമായിട്ടും മായുന്നതിന് മുൻപേ, എന്താണ് അൾഷിമേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ഘട്ടം കഴിഞ്ഞാൽ ഞാൻ ഇന്നയാളാണ് എന്നതുപോലും മറന്നു പോകുന്നൊരവസ്ഥ വരും. എ ബി വാജ്പേയിയെ സംബന്ധിച്ചിട്ട് അങ്ങനെയായിരുന്നു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള BJP നേതാവായിട്ടുള്ള എ ബി വാജ്പേയി ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അൾഷിമേഴ്സിലേക്ക് പോവുകയും താൻ പ്രധാനമന്ത്രിയായിരുന്നുവെന്നോ BJP നേതാവായിരുന്നുവെന്നോ BJP എന്ന ഒരു പാർട്ടി ഉണ്ട് എന്നോ ഈ ഭൂമിയുണ്ട് എന്നോ തൻ്റെ പേര് എ ബി വാജ്പേയി എന്നാണെന്നോ തൻ്റെ ജീവിതം എന്താണെന്നോ ഒന്നും ഓർക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഓർമ്മകൾ ഇല്ലാത്ത അത്രയും തീവ്രമായിട്ടുള്ള അൾഷിമേഴ്സിൻ്റെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോവുകയുണ്ടായി. പക്ഷെ ഇവിടെ നമ്മൾ സൂചിപ്പിച്ച ഈ വ്യക്തിത്വം ഓർമ്മകൾ പൂർണ്ണമായിട്ടും മായുന്നതിന് മുൻപേ തന്നെ വേദനയില്ലാത്ത ഒരു മരണം സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കാനഡയെ സംബന്ധിച്ചിട്ട് നിയമപരമായിട്ട് സാധ്യമായ ഒരു ഡോക്ടർ, ആ ഡോക്ടറുടെ സഹായത്തോടെയുള്ളൊരു ദയാവധമാണ് അദ്ദേഹം സ്വീകരിച്ച് അങ്ങനെ അദ്ദേഹം ഈ ലോകത്തോട് വിട ചൊല്ലുകയും ചെയ്തു. അതായത് മെഡിക്കൽ അസിസ്റ്റൻസ് ഇൻ ഡൈയിങ് എന്നാണ് പറയുക, MAID, മെയ്ഡ് എന്ന് ചുരുക്കി പറയാം. ഈ വാർത്ത കേവലം ഒരു വ്യക്തിയുടെ വിടവാങ്ങലല്ല, ഇത് ഇന്ത്യയിലടക്കം ദയാവധം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കടുത്ത രോഗപീഠയാൽ ദുരിതം അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ചോദ്യമാണ് നമ്മുടെ മുന്നിൽ ഉയർത്തുന്നത്. അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം ഇന്ത്യയിൽ എപ്പോഴാണ് നിയമപരമായിട്ട് നമുക്ക് ലഭിക്കുക എന്നുള്ള ചോദ്യം. ഈ ഒരു ചോദ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന നിരവധി കാഴ്ചകൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മൾ ഇറങ്ങി നടക്കുകയാണെങ്കിൽ വലിയ മാളുകൾ, സിനിമാ തിയേറ്ററുകൾ എന്നിവിടങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ചെറുപ്പക്കാരെയാണ്. അല്ലെങ്കിൽ 40, 45, 50 വയസ്സ് വരെയുള്ളവരുടെ ആഘോഷങ്ങളാണ്, ചെറുപ്പത്തിൻ്റെ അതുപോലെ ന്യൂ ജനറേഷൻ്റെയും. മരണം കാത്തു കിടക്കുന്ന ഒരു 70 കഴിഞ്ഞ് 80, 85 വയസ്സുകളിലൊക്കെ ഉള്ളവർ ഏതൊക്കെയോ വീടുകളിൽ, ഏതൊക്കെയോ ഫ്ലാറ്റുകളിൽ ഏറ്റവും ഇടുങ്ങിയ ഒരു മുറിയിൽ ഒരേ കട്ടിലിൽ ഒരേ ഡെറ്റോൾ മണവും ഒരേ മരുന്ന് മണവുമായിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. അവർ ജീവിതത്തിൻ്റെ അവശിഷ്ടകാലങ്ങളുടെ തടവുകാരായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരിൽ എത്രയെങ്കിലും പേര് ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഒരു കിടപ്പിനേക്കാൾ എന്നെ സ്വസ്ഥമായിട്ട് വേദനാരഹിതമായിട്ട് ദയയോടുകൂടി ഒന്ന് കൊലപ്പെടുത്തിയിരുന്നെങ്കിൽ. കൊല എന്നല്ല അതിൻ്റെ അർത്ഥം, ദയാവധം എന്നാണ്. ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേദനയേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരം എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ബന്ധുക്കളെ, എൻ്റെ മക്കളെ, എൻ്റെ സ്നേഹിതരെ, എൻ്റെ നാട്ടുകാരെ, എൻ്റെ ഭരണകൂടമേ, എൻ്റെ കോടതിയെ, എനിക്ക് ഏറ്റവും പ്രിയം എന്നെ ഈ സർക്കാരും ഇവിടുത്തെ നിയമവ്യവസ്ഥയും ചേർന്ന് സുഖകരമായി അത്യാവശ്യം വേദനയില്ലാതെ ദയാവധം നടത്തി തന്നിരുന്നെങ്കിൽ എന്ന് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിൻ്റെ ഒപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടവും നിയമ സംവിധാനവും ഈ രാജ്യത്തുണ്ടാവേണ്ടതല്ലേ എന്നുള്ള ചോദ്യം എപ്പോഴും ഉയർന്നു വരുന്നു. പ്രത്യേകിച്ചും ആയുസ്സിൻ്റെ അളവ് കൂടുമ്പോൾ, മാനസികാരോഗ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ, വാർദ്ധക്യത്തിൻ്റെ ദിശയിൽ ആയുസ് കൂടിക്കൊണ്ട് കിടന്നാലും രോഗാതുരമായിട്ട് പുഴുവരിച്ച് വേദനകളരിച്ച് മരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഓർമ്മയുള്ള കാലത്ത് ഇനി എനിക്ക് ജീവിതം വേണ്ട എന്ന് തീരുമാനിക്കുകയും ദയാവധം തരണമേ എന്ന് യാചിക്കേണ്ടിയും വരുന്നൊരവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഡേവിഡ് മലോൺ, കാനഡയിലെ ഡേവിഡ് മലോണിൻ്റെ ഈ സ്വയം ഉള്ള ദയാവധത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്? അദ്ദേഹത്തിന് അൾഷിമേഴ്സ് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരുന്നു. ഈ രോഗത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് പലർക്കും അറിയാം, ക്രമേണ നമ്മുടെ ഓർമ്മകളും തിരിച്ചറിവുകളും വ്യക്തിത്വവും ഒക്കെ ഇല്ലാതായി തീരും. തന്മാത്ര എന്ന സിനിമയിലൂടെ മലയാളികൾ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിലൂടെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയിട്ടുമുണ്ട്. അപ്പം നമ്മളല്ലാതായിട്ട് മാറുന്നു.
കാനഡയിലെ മലോണിനെ പോലെ ലോകം ആദരിക്കുന്ന ബുദ്ധിജീവിയായിട്ടുള്ള ഒരാൾക്ക് സ്വന്തം ഓർമ്മകൾ നഷ്ടപ്പെട്ട് ഒരു സസ്യത്തെ പോലെ ഒരേ സ്ഥലത്ത് അങ്ങനെ നിൽക്കേണ്ടി വരുന്ന, ജീവിക്കേണ്ടി വരുന്നതിലുള്ള ദുരിതം അത് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. അപ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനം അതുകൊണ്ടാണ് മനുഷ്യൻ്റെ അന്തസ്സിൻ്റെ കാര്യത്തിൽ ഒരു പാഠമാകുന്നത്. മനുഷ്യാന്തസ് എന്ന് പറയുന്നത്, ആ ഡിഗ്നിറ്റി എന്ന് പറയുന്നത്, ഒരാൾക്ക് മറ്റുള്ളവരാലും തന്നാൽ തന്നെയും അപമാനിക്കപ്പെട്ടു പോകുന്നു, അന്തസ് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ അതിനു മുൻപേ തന്നെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ ആ മനുഷ്യൻ്റെ അന്തസ്സിന് നൽകുന്ന ഒരു വില കൂടിയാണ്. അപ്പോൾ കനേഡിയൻ നിയമം എന്ന് പറയുന്നത് അൽഷമേഴ്സ് പോലെയുള്ള രോഗങ്ങളുള്ളവർക്ക് ദയാവധം തിരഞ്ഞെടുക്കാനുള്ള അനുവാദം നൽകുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു വ്യവസ്ഥ അവർ വെക്കുന്നുണ്ട്. തീരുമാനമെടുക്കുമ്പോൾ രോഗിക്ക് അതിനുള്ള ബുദ്ധിപരമായിട്ടുള്ള തെളിമയുണ്ടായിരിക്കണം, ക്ലാരിറ്റി ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം, ബോധ്യമുണ്ടായിരിക്കണം. മലോൺ ആ തീരുമാനമെടുത്തത് തൻ്റെ ഓർമ്മ പൂർണ്ണമായിട്ടും മങ്ങിപ്പോകുന്നതിന് മുൻപാണ്. തന്നെക്കുറിച്ച് ബോധ്യമില്ലാത്ത മറ്റൊരാളായിട്ട് മാറും മുമ്പേ താനായി തന്നെ തൻ്റെ ഇഷ്ടപ്രകാരം വിടവാങ്ങാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഇത് ജീവിതത്തിൽ മാത്രമല്ല മരണത്തിലും സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു നമ്മുടെ കോൺഗ്രസ് നേതാവും എം പിയുമായ ഡോക്ടർ ശശി തരൂർ. ശശി തരൂർ എം പി തൻ്റെ സുഹൃത്തായിട്ടുള്ള മലോൺ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയതിനെക്കുറിച്ച്, ദയാവധത്തിലൂടെ ജീവിതം അവസാനിപ്പിക്കാനുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയതിനെക്കുറിച്ച് എഴുതിയ കുറിപ്പ്, ആ കുറിപ്പിൽ പറഞ്ഞത് മലോൺ തനിക്ക് അയച്ച ഇമെയിൽ സന്ദേശത്തെക്കുറിച്ചാണ്. ആ ഇമെയിൽ സന്ദേശം തന്നെ ആഴത്തിൽ സ്പർശിച്ചു എന്നുകൊണ്ടാണ് അദ്ദേഹം പറയുകയുണ്ടായത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, മലോണിന് കാനഡയിൽ ലഭിച്ച ഈ അവകാശം സമാനമായ അവസ്ഥയിൽ കഴിയുന്ന ഒരു ഇന്ത്യൻ പൗരന് ലഭിക്കുമോ? ദുഃഖകരമെന്ന് പറയട്ടെ, ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ദയാവധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ വിവിധ രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദയാവധം പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്. ഒന്ന് സജീവമായിട്ടുള്ള ദയാവധം, അതായത് ആക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് സജീവമായിട്ടുള്ള ദയാവധം. അപ്പോൾ സജീവമായിട്ടുള്ള ദയാവധം ഇന്ത്യയെ സംബന്ധിച്ചിട്ട് നിയമവിരുദ്ധമാണ്. വേദനയില്ലാത്ത മരണം നൽകാനായിട്ട് ഡോക്ടർ രോഗിക്ക് മാരകമായ മരുന്നുകൾ കുത്തിവെക്കുന്നത് അത് നിയമവിരുദ്ധമാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട്. മലോൺ സ്വീകരിച്ചത് ഇതിനോട് സാമ്യമുള്ള ഡോക്ടറുടെ സഹായത്തോടെയുള്ള ആത്മഹത്യ എന്നുള്ള രീതിയാണ്. അസിസ്റ്റഡ് സൂയിസൈഡ് എന്ന് പറയുന്ന രീതിയാണ്. സഹായത്തോടെയുള്ള ആത്മഹത്യ, അതായത് ഡോക്ടർ മരുന്ന് നൽകുന്നു, രോഗി സ്വയം അത് കുത്തിവെക്കുന്നു അല്ലെങ്കിൽ കഴിക്കുന്നു. ഇന്ത്യയിൽ ഇത് രണ്ടും കൊലപാതക ശ്രമമായിട്ടോ ആത്മഹത്യാ പ്രേരണയായോ ഒക്കെ കണക്കാക്കപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്തത് എന്ന് പറയുന്നത് നിഷ്ക്രിയ ദയാവധം എന്ന് പറയുന്നതാണ്. പാസീവായിട്ടുള്ളതാണ്, നിഷ്ക്രിയമായിട്ടുള്ള ദയാവധമാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഭാഗികമായിട്ടാണ് നിയമപരമായിട്ടുള്ളത്. അതായത് അത് പ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ, രോഗിയെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ഉപകരണങ്ങളും വെന്റിലേറ്ററും അല്ലെങ്കിൽ കൃത്രിമമായിട്ട് നൽകുന്ന ഭക്ഷണവും മരുന്നുകളും ഒക്കെ നീക്കം ചെയ്തുകൊണ്ട് മരണം അനുവദിക്കുന്നതാണ്. നിങ്ങൾ രോഗിയായിട്ട് കിടക്കുന്നു, നിങ്ങളുടെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നു, നിങ്ങൾക്ക് കൃത്രിമമായിട്ട് നൽകുന്ന ഭക്ഷണം അവസാനിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവിടെ രോഗിയുടെ ജീവൻ എടുക്കാൻ സജീവമായിട്ടുള്ളൊരു നടപടിയും ഡോക്ടർ ചെയ്യുന്നില്ല, പക്ഷേ അതിന് ഉചിതമായ രീതിയിലുള്ള സഹായങ്ങളെ എടുത്തു മാറ്റുന്നു എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ഓർക്കേണ്ടത്, ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ചരിത്രപരമായിട്ടുള്ളൊരു വിധിയാണ്. അത് അരുണ ഷാൻബാഗ് കേസാണ്, 2018. അരുണ ഷാൻബാഗ് കേസ് ദീർഘകാലമായിട്ട് ബോധമില്ലാത്ത അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന വ്യക്തിയാണ്. അരുണയുടെ കാര്യത്തിൽ നിഷ്ക്രിയ ദയാവധം ചില കർശനമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളോടെ സുപ്രീം കോടതി അനുവദിക്കുകയുണ്ടായി. ആ വിധിയിലൂടെ കോടതി കൊണ്ടുവന്നതാണ് ലിവിങ് വിൽ എന്ന് പറയുന്ന ആശയം. അതായത് ഒരാൾക്ക് പൂർണ്ണ ബോധമുള്ളപ്പോൾ തന്നെ ഭാവിയിൽ താൻ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എഴുതി വയ്ക്കാം. ഈ വിൽപത്രത്തിനാണ് ലിവിങ് വിൽ അല്ലെങ്കിൽ അഡ്വാൻസ് ഡയറക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നിഷ്ക്രിയ ദയാവധം തിരഞ്ഞെടുക്കാൻ ഇന്ന് ഇന്ത്യയിൽ ഈ ലിവിങ് വിൽ ആവശ്യമാണ്. പക്ഷേ സജീവമായിട്ടുള്ള ദയാവധത്തിനോ കനേഡിയൻ പൗരനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ബുദ്ധിജീവിയായിട്ടുള്ള മലോൺ സ്വീകരിച്ചതുപോലെയുള്ള അസിസ്റ്റഡ് ആയിട്ടുള്ള ദയാവധത്തിനോ ഇന്ത്യയിൽ ഇപ്പോഴും നിയമപരമായിട്ടുള്ള പരിരക്ഷയില്ല. അതുകൊണ്ടാണ് ഓർമ്മ മങ്ങുന്നതിന് മുൻപ് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യൻ പൗരന് നിയമപരമായിട്ട് അതിന് സാധിക്കാത്തത്. ദയാവധം ലോകത്ത് നിയമപരമാക്കിയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. നെതർലാൻഡ്സ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, നല്ല ഉദാഹരണമാണ്. ലോകത്തിൽ ആദ്യമായിട്ട് ദയാവധം നിയമപരമാക്കിയ രാജ്യമാണ്. കടുത്തതും ഭേദമാക്കാനാവാത്തതുമായ രോഗമുള്ളവർക്ക് നെതർലാൻഡ്സിൽ ദയാവധം തിരഞ്ഞെടുക്കാം. ബെൽജിയത്തിലുമുണ്ട് ദയാവധത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ. അവിടെ കടുത്ത മാനസിക വേദന അനുഭവിക്കുന്നവർക്കും പ്രായപൂർത്തിയാകാത്തവർക്കും വരെ കർശനമായിട്ടുള്ള വ്യവസ്ഥകളോടെ ദയാവധം അനുവദിച്ചിട്ടുണ്ട്. കാനഡയെ സംബന്ധിച്ചിട്ടും അനുകൂലമാണ്. കാനഡയിൽ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സംഭാഷണത്തിന് വിഷയമായിട്ടുള്ള ഡേവിഡ് മലോൺ അവിടെ ആണ് ദയാവധം തിരഞ്ഞെടുത്ത് ജീവൻ അവസാനിപ്പിച്ചത്. അപ്പോൾ അവിടെ കാനഡയിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മെഡിക്കൽ അസിസ്റ്റൻസ് ഇൻ ഡൈയിങ് മെയ്ഡ്
വളരെ സജീവമാണ്. അവിടെ അസുഖം ഭേദമാകാൻ സാധ്യതയില്ലാത്തവർക്ക് മലോണിൻ്റെ കേസിൽ കണ്ടതുപോലെ തന്നെ മാനസിക രോഗങ്ങളുള്ളവർക്കൊക്കെ തീരുമാനമെടുക്കാൻ കഴിയുമെങ്കിൽ ദയാവധം തിരഞ്ഞെടുക്കാൻ കഴിയും. മറ്റൊരു രാജ്യം ഇതിനെ അനുകൂലിക്കുന്ന സ്വിറ്റ്സർലൻഡാണ്. അവിടെ അസിസ്റ്റഡ് യുത്തനേസിയ അത് നിയമപരമായിട്ടുള്ള കാര്യമാണ്. രോഗിക്ക് മരുന്ന് സ്വയം കഴിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. അമേരിക്കൻ ഐക്യനാടുകളിലെ ചില സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും ഓറിഗൺ, വാഷിങ്ടൺ, അവിടങ്ങളിലൊക്കെ ഡോക്ടറുടെ സഹായത്തോടെയുള്ള ആത്മഹത്യയ്ക്കും നിയമസാധുതയുണ്ട്. ഇവിടെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ധാർമ്മികമായ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ, എത്തിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ലിവ്, അത് മരിക്കാനുള്ള അവകാശമാകുമോ? റൈറ്റ് ടു ലിവ് എന്നത് റൈറ്റ് ടു ഡൈ ആകുമോ എന്നുള്ളതാണ്. ജീവിക്കാനുള്ള അവകാശം മരിക്കാനുള്ള അവകാശമാകുമോ? നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത് ജീവിക്കാനുള്ള അവകാശമാണ്, ആർട്ടിക്കിൾ 21 പ്രകാരം. ഈ അവകാശത്തിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം കൂടി ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശവും ഉൾപ്പെടേണ്ടതല്ലേ എന്നുള്ള ചോദ്യം വരേണ്ടതാണ്. അപ്പം കടുത്ത വേദനയിൽ അന്തസ്സില്ലാതെ പുഴുവിനെ പോലെ പിടഞ്ഞ് മരിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അങ്ങനെ മരിക്കുന്നതിന് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ, കടുത്ത വേദനയോടുകൂടി അന്തസ്സില്ലാതെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പുഴുവിനെ പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അന്തസ്സോടെ മരിക്കുന്നതല്ലേ എന്നുള്ള ചോദ്യവും വരുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നമായിട്ട് വരുന്നത്, ഇത് സാധുത നൽകിയാൽ അതിൻ്റെ ദുരുപയോഗത്തിനുള്ള സാധ്യതയാണ്, മിസ്യൂസാണ്. അപ്പോൾ ദയാവധം ഇന്ത്യയിൽ നിയമപരമാക്കിയാൽ പ്രായമായവരെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, സ്വത്ത് തട്ടിയെടുക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കുമോ, ദുരുപയോഗം ചെയ്യുമോ? അപ്പോൾ രോഗികളെ ഭീഷണിപ്പെടുത്തിയിട്ട് ദയാവധത്തിന് പ്രേരിപ്പിക്കാനോ ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ആ സാധ്യതയുണ്ട്. അപ്പോൾ കർശനമായിട്ടുള്ള നിയമങ്ങളും സുതാര്യമായിട്ടുള്ള മെഡിക്കൽ പരിശോധനകളും ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ, അതിൻ്റെ ദുരുപയോഗത്തിൻ്റെ പേരിൽ ഈ പറഞ്ഞ ഒരു സാധ്യതയെ തള്ളിക്കളയാൻ പാടില്ല. ഒരു ഡോക്ടറുടെ ധർമ്മം എന്ന് പറയുന്നത് ജീവൻ രക്ഷിക്കുക എന്നതാണ്. മരണം നൽകാൻ ഡോക്ടറെ ചുമതലപ്പെടുത്തുന്നത് ധാർമ്മികമായിട്ട് ശരിയാണോ എന്നുള്ള ചോദ്യം വരും. അതും ഒരു വലിയ ചോദ്യമാണ്. പക്ഷേ ഡോക്ടറെ അവിടെ നിർബന്ധിക്കുന്നില്ല. പകരം വേദനയിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്ന രോഗിയെ സഹായിക്കുക എന്ന് പറയുന്ന ആക്ട് ഓഫ് കമ്പാഷൻ എന്ന് പറയുന്ന, കരുണയുടെ പ്രവൃത്തി എന്ന് പറയുന്ന ഒന്നായിട്ട് അതിനെ കാണാൻ കഴിയണം. ഇപ്പോൾ ഇന്ത്യയിൽ ദയാവധ നിയമം ആവശ്യമാണ് എന്ന് പറയുന്നതിന് ശക്തമായിട്ടുള്ള പല കാരണങ്ങളുണ്ട്. വേദനയുടെയും ദുരിതത്തിൻ്റെയും ഒക്കെ ഒരു അവസാനം എന്നുള്ള നിലയ്ക്കാണ് അതിനെ കാണേണ്ടത്. പ്രത്യേകിച്ചും അർബുദ രോഗികളായ വലിയ പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എത്രയോ പേർ, മോട്ടോർ ന്യൂറോൺ ഡിസീസ് പോലെയുള്ളവ ബാധിച്ചവർ, വൃക്കരോഗങ്ങൾ ബാധിച്ചവർ, ഭേദമാക്കാനാവാത്ത കഠിനമായിട്ടുള്ള വേദനയുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട്, കോടിക്കണക്കിന്. അവരെ സംബന്ധിച്ചിട്ട് ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് ദയാവധം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടെയുള്ള, ഡോക്ടറുടെ സഹായത്തോടെയുള്ള ആത്മഹത്യ മാത്രമാണ് ഏക വഴി എന്ന് പറയുന്നത്. അപ്പോൾ ആത്മഹത്യ ഒരു നിയമപരമായിട്ടുള്ള കുറ്റം അല്ലെങ്കിലും അത് സമൂഹത്തിൽ വലിയ ആഘാതമുണ്ടാക്കുന്നുണ്ട്. അപ്പം നിയമപരമായിട്ടുള്ളൊരു പരിഹാരമുണ്ടെങ്കിൽ അവർക്ക് വേദനയില്ലാത്തൊരു വിടവാങ്ങൽ ലഭിക്കുമെന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഉറപ്പ് നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശവും അതിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കണമെന്നാണ്. സുപ്രീം കോടതി തന്നെ ലിവിങ് വിൽ അനുവദിച്ചതിലൂടെ ഈ വാദത്തിന് ഒരു അടിത്തറ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുള്ള ലിവിങ് വിൽ നിയമം നിഷ്ക്രിയ ദയാവധത്തിന് മാത്രമേ ബാധ്യമാവുകയുള്ളൂ. ഒരു വ്യക്തി PVS പോലെയുള്ള, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെയുള്ള അവസ്ഥയിലായിരിക്കണമെങ്കിലേ അത് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഡേവിഡ് മലോണിനെ പോലെ ബോധമുണ്ടെങ്കിൽ തന്നെയും കടുത്ത രോഗപീഠയാൽ വലയുന്ന ഒരാൾക്ക് മരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിലവിലെ നിയമം ഒരു സഹായവും ഇന്ത്യയിൽ ചെയ്യുന്നില്ല. അപ്പോൾ സജീവമായിട്ടുള്ള ദയാവധം നിയമപരമാക്കിയാൽ മാത്രമേ ഈ വിഭാഗക്കാർക്ക് ആശ്വാസം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ദയാവധത്തിനൊരു ബദലാണ് മറ്റൊരു കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ളത്, പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്, അഥവാ സാന്ത്വന പരിചരണം എന്ന് പറയുന്നത്. അപ്പോൾ വേദന കുറയ്ക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയർ സൗകര്യങ്ങൾ വളരെ കുറവാണ്, എല്ലാവർക്കും അത് ലഭ്യവുമല്ല. ആ ഒരു സാഹചര്യത്തിൽ വേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു വഴി അടയ്ക്കുന്നത് നീതിയല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡേവിഡ് മലോൺ തൻ്റെ ഓർമ്മമായി മുൻപെടുത്ത തീരുമാനം നിയമപരമായിട്ട് സാധ്യമായ കാനഡയുടെ കരുണയുള്ള നിയമത്തിൻ്റെ ഫലമാണ്. നമ്മുടെ രാജ്യത്ത് മരണം കൊതിക്കുന്ന വേദന അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഈ വേദനയേക്കാൾ നല്ലത് എനിക്ക് മരണമാണ്. നിരന്തരമായ നിത്യമായ ഉറക്കമില്ലാത്ത രാവും പകലുമെന്നും ഭേദമില്ലാത്ത വേദനയുടെ വലിയ കുരിശുകളിലൂടെ കടന്നു പോകുന്നതിനേക്കാൾ ഒരൊറ്റ നിമിഷം കൊണ്ടോ ഒരു 5 നിമിഷം കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ ഒക്കെ ഉള്ള ഒരു മരണമാണെങ്കിൽ എനിക്ക് ആ മരണം മതിയെന്ന് പറയുന്ന, മരണം കൊതിക്കുന്ന വേദന അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവർക്ക് ആശ്വാസം നൽകാൻ കർശനമായിട്ടുള്ള വ്യവസ്ഥകളോടെയും സുതാര്യമായ പരിശോധനകളോടെയും ദുരുപയോഗ സാധ്യത ഇല്ലാതാക്കിക്കൊണ്ടും ദയാവധം നിയമപരമാക്കാൻ സമയം
വിഷയമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഇത് കേവലം നിയമത്തിൻ്റെയോ മതത്തിൻ്റെയോ ധാർമ്മികതയുടെയോ മാത്രം വിഷയമല്ല. ഇത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ അവകാശമായ അന്തസ്സോടെ വിടവാങ്ങാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമാണ്. കരുണയുടെയും മനുഷ്യത്വത്തിൻ്റെയും പേരിൽ ദയാവധം നിയമപരമാക്കാനുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് നമ്മുടെ ഭരണകൂടവും നിയമനിർമ്മാണ സഭകളും തയ്യാറാകണം. അത്തരമൊരു നല്ല മാറ്റത്തിനായി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എഡിറ്റേഴ്സ് അനാലിസിസ് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.